ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഭൂമി എല്ലാ ജീവികളുടേതുമാണ്. എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട്. സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് വീട്ടിൽ പോണം. വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരുമുണ്ടാവില്ല. സ്കൂൾ വിട്ടു വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ്. അവൾക്ക് കൂട്ടുകാർ ആരുമില്ല. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി ചിരിച്ചത്. പിന്നെ അത് പതിവായി. ശൈല പരൽമീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളുമെല്ലാം പങ്കുവയ്ക്കും. തിന്നാൻ കിട്ടിയതിലൊരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തുവച്ച് കൊണ്ടുവന്നു കൊടുക്കും. അങ്ങനെ ശൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നും നാട്ടുവിശേഷങ്ങൾ കേട്ടും അവർ വലിയ കൂട്ടുകാരായി. ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതായി. പരലിനെ വിട്ട് ശൈല എങ്ങും പോവില്ല, വിരുന്നിനു പോലും. വൈകുന്നേരമായാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തു കിടക്കുന്നത് പതിവായി. അവളുടെ വർത്തമാനങ്ങൾ പരലിന് മനസ്സിലായിരുന്നതുപോലെ പരലിൻ്റെ ചുണ്ടനക്കങ്ങൾ ശൈലയ്ക്കും മനസ്സിലാവുമായിരുന്നു. തൻ്റെ വീട് കാണണമെന്ന പരലിൻ്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത്. ഒരു നാൾ പരലിൻ്റെ നിർബന്ധത്തിനു വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിലെ ജനൽപ്പടിയിൽ ഒളിപ്പിച്ചു വച്ചു. പരൽ അവിടെയിരുന്ന് ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു. അവളുടെ അമ്മയെ കണ്ടു, അച്ഛൻ്റെ തമാശകൾ കേട്ടു, ടിവിയിലെ പാട്ടും കളിയും കണ്ടു, അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു. ഉടുപ്പുകൾ, വളകൾ, പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്നു കണ്ടു. അത്താഴം കഴിക്കുന്ന നേരത്ത് ആരും കാണാതെ 1-2 വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി. പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു. വീട്ടിലെ കളിതമാശകളെല്ലാം കണ്ട് പരലിൻ്റെ മനം നിറഞ്ഞു. കിടക്കുന്നതിന് മുമ്പ് ശൈല വന്നു ഗുഡ് നൈറ്റ് പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു. എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത്. വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു. പതിവില്ലാതെ ശൈലയും ഉണർന്നു. അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടുന്നാണെന്ന് കണ്ടെത്താനായില്ല. പക്ഷേ പരലിൻ്റെ അടുത്ത് ചെന്ന ശൈലയോട് അവൾ കരഞ്ഞു പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ പോണം. എം കൃഷ്ണദാസ് എഴുതിയ ഈ കഥ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.